അപകടകാരികളായ പാമ്പുകളെ പിടിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനമില്ല. സർക്കാരിന്റെ വേതനമോ ഓണറേറിയമോ ഇല്ലാതെ സ്വന്തം ജീവൻ പണയം വെച്ചാണ് പല സന്നദ്ധ പ്രവർത്തകരും ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കുന്നത്. അപകടകാരികളായ പാമ്പുകളെ പിടിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ആവശ്യമായ സുരക്ഷാ പരിരക്ഷയില്ല. ജനവാസ മേഖലകളിൽ പാമ്പുകളാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ സർപ്പയ്ക്ക് ഓഗസ്റ്റ് മാസം 6 വർഷം പൂർത്തിയാകുന്നു. എന്നിട്ടും സർക്കാരിന്റെ വേതനമോ ഓണറേറിയമോ വാങ്ങാതെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലും നൽകാൻ വകുപ്പ് തയ്യാറാകുന്നില്ല. ആലപ്പുഴ ജില്ലയിലാകെ 42 സന്നദ്ധ പ്രവർത്തകർ സർപ്പയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും പാമ്പിനെ പിടിക്കാനുള്ള ഉപകരണമടക്കം കിറ്റ് വകുപ്പ് നൽകിയിട്ടുണ്ട്. മൂർഖൻ, അണലി, ശംഖുവരയൻ അടക്കമുള്ള വിഷപ്പാമ്പുകളെ ഇവർ പിടികൂടുന്നുണ്ട്. ഇതിനിടെ ചിലർക്ക് കടിയേൽക്കാറുമുണ്ട്. ഇവർക്കുള്ള യാത്രാക്കൂലി പോലും വനം വകുപ്പിന്റെ പദ്ധതിയിൽ ഇല്ല. സർപ്പ സന്നദ്ധ പ്രവർത്തകരുടെ വരവോടെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളിൽ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ സർപ്പ സന്നദ്ധ പ്രവർത്തകർ പിടിക്കുന്ന പാമ്പുകളെ റാന്നിയിലെ വനമേഖലയിലാണ് വിടുന്നത്. റാന്നിയിൽ നിന്ന് വണ്ടിയെത്തി ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും പാമ്പുകളെ കൊണ്ടുപോകുന്നത്. സർപ്പയിലെ സന്നദ്ധ പ്രവർത്തകർ പിടിക്കുന്ന പാമ്പുകളെ ഈ ദിവസം വരെയും സ്വന്തം വീട്ടിൽ സൂക്ഷിക്കണം. പാമ്പിന് പരിക്കേറ്റതാണെങ്കിൽ വേണ്ട പരിചരണവും നൽകണം. വീടുകളിൽ വിഷപ്പാമ്പുകളെ സൂക്ഷിക്കുന്നതിന് പകരമായി ജില്ലയിൽ താൽക്കാലിക സംരക്ഷണ കേന്ദ്രം തുടങ്ങിയാൽ പാമ്പുകളെ കൊണ്ടുപോകും വരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുമെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നുണ്ട്.